ചില സമയങ്ങളുണ്ട് ജീവിതത്തിൽ എല്ലാം അടഞ്ഞ പോലെ, എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ചില നിമിഷങ്ങൾ. ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എല്ലാം അവസാനമായി എന്നൊക്കെ ചിന്തിക്കുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാകും. അവിടെയാണ് ദൈവം തൻ്റെ വാതിൽ തുറക്കുന്നത്. ഞാൻ അങ്ങനെ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ നിന്നിട്ടുണ്ട്. മുന്നിൽ വലിയ മല പോലെ പ്രശ്നങ്ങൾ വന്ന് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല, ഒരു വഴിയും കാണുന്നില്ല, ഒരു രക്ഷയും ഇല്ലാതെ, ശ്വാസം പോലും കിട്ടാത്ത ചില നിമിഷങ്ങൾ. പക്ഷെ അവിടെയാണ് ദൈവം ശരിക്കും ഇടപെട്ടിട്ടുള്ളത്. പക്ഷെ വലിയ പ്രാർത്ഥനയൊന്നും അല്ല ആ സമയത്ത് ഞാൻ ചെയ്തത്. വെറും ഒരു മനസ്സ് തുറന്നൊരു നിലവിളി മാത്രം. ആ ഒരു നിലവിളിയിൽ ഈശോ നമ്മളുടെ മുന്നിലേക്ക്, ദൈവം നമ്മുടെ മുന്നിലേക്ക് വന്ന് നമ്മളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട ഒട്ടനവധി നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റും. അപ്പോഴാണ് ആ ഒരു അത്ഭുതങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുക. ദൈവം വെറുതെ ഒരു ജനലൊന്നും അല്ല തുറക്കുക. ദൈവം ഒരു 10,000 വാതിലുകളായിരിക്കും നമ്മുടെ മുന്നിൽ തുറന്നു തരിക. എവിടെ നിന്നെന്നറിയില്ല, പല നിമിഷങ്ങളിലും പല രൂപത്തിലും നമുക്ക് സഹായം വരും. മനസ്സമാധാനം കിട്ടുന്നില്ല എന്ന് തോന്നുന്നിടത്ത് അവിടെ ദൈവത്തിൻ്റെ ഒരു ശക്തമായ ഇടപെടലുണ്ടാകും. ഇതെല്ലാം ശരിക്കും നമുക്ക് പോലും വിവരിക്കാൻ സാധിക്കാത്ത രീതിയിലോ ഒരു വല്ലാത്തൊരു ശക്തമായൊരു തണുപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് തോന്നും നമ്മുടെ കൂടെ ഒരു അദൃശ്യ ശക്തി ഉണ്ട്, നമ്മളെ ഇങ്ങനെ ഭയപ്പെടണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ശക്തമായി നമ്മളെ പൊതിഞ്ഞു വയ്ക്കുന്ന ഒരു അദൃശ്യ ശക്തി. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ ശക്തമായ അദൃശ്യമായ ചില അത്ഭുത പ്രവൃത്തികൾ എന്നൊക്കെ പറയുന്നത്. ഒരു കാര്യം ഞാൻ പഠിച്ചു, അത് നിങ്ങളും പഠിക്കണം. നമ്മൾ ഒരു വഴിയുമില്ല എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോൾ അവിടെയാണ് ദൈവം തൻ്റെ കളി തുടങ്ങാൻ പോകുന്നത്. നമുക്ക് ഇമ്പോസിബിൾ എന്നൊക്കെ തോന്നും, പക്ഷെ അത് ദൈവത്തിന് അത് പോസിബിൾ ആണ്. നമ്മൾ ചുമരുകൾ എന്നൊക്കെ പറയുന്നത് ദൈവത്തിന് അതൊക്കെ വാതിലുകളാക്കി മാറ്റാൻ സാധിക്കും. അത്രമാത്രം ശക്തനായ ആ ഒരു അദൃശ്യ ശക്തിയുടെ ആ ശക്തിയിലുള്ള വിശ്വാസം മാത്രമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഇരുട്ടുമുറിയിലാണ്, ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അവിടെ ദൈവം ശക്തമായിട്ട് ഇടപെടും എന്നത് എനിക്ക് എൻ്റെ സ്വന്തം ജീവിതത്തിൽ തന്നെ ഒരുപാട് പറയാൻ സാധിക്കും. ഏത് പ്രതിസന്ധി ആണെങ്കിൽ പോലും അവിടെ നമ്മൾ തോറ്റു കൊടുക്കരുത്. നമുക്ക് വിശ്വാസമാണ് ആ ഒരു സമയത്ത് വേണ്ടത്. നമ്മൾ തോറ്റു കൊടുത്താൽ പിന്നെ ദൈവത്തിന് ഒരിക്കലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പം ദൈവം ഇടപെടണം എന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. ആ ഒരു ശക്തി മതി നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ.